ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് മൈ വീഡിയോ. സോ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ കാറ് അറിയാലോ, ഏതാ കാറിന് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പോളോ, വോക്സ് വാഗൻ്റെ പോളോ ആണ് ഇത്. 2012 മോഡൽ ഹൈലൈൻ 1.2 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. സോ ഇതിൻ്റെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാറിൻ്റെ അകത്ത് സംസാരിക്കാം, വേറെ ഒന്നും കൊണ്ടല്ല. നല്ല മഴയാണ്, അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് ജമ്പ് ചെയ്യാം. സോ അകത്തേക്ക് പോകണക്കാണ് പുറത്ത് ജസ്റ്റ് 2-3 ഔട്ട്ലൈൻ പറഞ്ഞുതരാം. സോ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പോളോ ടി-ഡേ ആണ് വോക്സ് വാഗൻ്റെ. സോ 2012 മോഡലാണ്. സോ 2012 എന്ന് പറയുമ്പോൾ 26 ഒരു 15 കൊല്ലം 14 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടി എന്തുകൊണ്ട് തന്നെ റിവ്യൂ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അമ്മാരക പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ പറയാൻ തോന്നുന്നത്. കാരണം ഇത് ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ മൈലേജ് അതൊക്കെ അകത്ത് വെച്ച് പറഞ്ഞുതരാം. സോ ജസ്റ്റ് ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ഈ വണ്ടി വരുന്നതിൻ്റെ ഇതൊരു സ്പെഷ്യൽ കളറാണ്. ഈ കളർ എല്ലായിടത്തും കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട പോളോസിലെല്ലാം വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ്, ഇതാണ് കോമൺ കളർ. ഈ ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റയറാണ്, അധികം കണ്ടിട്ടില്ല. വിത്ത് ബ്ലാക്ക് അലോയ് വീൽസ് ആണ് വരുന്നത്. ഇതൊക്കെ സ്റ്റോക്കാണ്, ഒന്നും വണ്ടിയിൽ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല. ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. സോ പറഞ്ഞ പോലെ തന്നെ 2012 രജിസ്ട്രേഷനാണ്. ആ ടൈമിലുള്ള പോളോൻ്റെ ഇതാണ്. കാരണം 2014 ടു അതിൻ്റെ ചെറിയൊരു ഫേസ് ലിഫ്റ്റൊക്കെ വന്നിട്ട് അതിൻ്റെ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങളും കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്. 2019 ആയപ്പോൾ വീണ്ടും മാറ്റം വന്നു. സോ ഇതാണ് ഒരു ഔട്ട്ലൈൻ വരുന്നത്. ഇനി കാറിൻ്റെ അകത്ത് നമുക്ക് സംസാരിക്കാം. വെറും വർത്തമാനവുമായി മിർച്ചിയിൽ കൂടെയുള്ളത് ഞാൻ മിർച്ചി ബാക്കിസിനാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവധി കിട്ടാനായിട്ട് നമ്മൾ സോ നല്ല ക്ലൈമറ്റ് അല്ലേ, നല്ല മഴയും ക്ലൈമറ്റൊക്കെയാണ്. സോ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത്. ഈ ഒരു സ്റ്റിയറിംഗ് മോഡ്യൂൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2010 ടു എനിക്ക് തോന്നുന്നത് 13 വരെയുള്ള വണ്ടികൾക്ക് ഈ ഒരു സ്റ്റിയറിംഗ് മോഡ്യൂളായിരിക്കും. ഇതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് മാറ്റം വന്നിട്ട് 2014 ടു 15 കണ്ടിന്യൂഷനിൽ മോഡൽസിൽ വന്നേക്കുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മളൊരു ജർമ്മൻ കാറിൽ കയറുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഏറ്റവും പറ്റുന്ന മിസ്റ്റേക്ക് ആയിരിക്കും ഇവിടെ വൈപ്പറും, ഈ സൈഡ് വൈപ്പറും ഈ സൈഡ് ഇൻഡിക്കേറ്ററും. ഇത് അതുപോലെ തന്നെ ഈ സൈഡാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വരുന്നത്, ഈ സൈഡാണ് അതിൻ്റെ വൈപ്പർ സിസ്റ്റം വരുന്നത്. സോ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ ഈ വണ്ടി കയറുമ്പോൾ ഫസ്റ്റ് എനിക്ക് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററിന് പകരം വൈപ്പർ ഇടും, വൈപ്പറിന് പകരം ഇൻഡിക്കേറ്റർ ഇടും. സോ ഇതിൻ്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പഴയ മോഡൽ, അതൊരു ക്ലാസിക് മോഡൽ ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ഇതിൽ ബ്ലൂടൂത്ത് ഇല്ല. ബ്ലൂടൂത്ത് നമ്മൾ അഡീഷണൽ ഇതിൽ പെൻഡ്രൈവ് വെച്ച് അഡീഷണൽ വെച്ചേക്കണതാണ്. ബ്ലൂടൂത്ത് വഴി ബ്ലൂടൂത്ത് ഇല്ല. ബ്ലൂടൂത്ത് നമുക്ക് കണക്ടിവിറ്റി ചെയ്യാം അഡീഷണൽ വാങ്ങിച്ചിട്ട്. സോ ഇതിപ്പോൾ സ്പീക്കർ വരുന്നത് 4 സ്പീക്കറാണ് വരുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ. സോ ഹെഡ് ലൈറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലായിരിക്കും ഹെഡ് ലൈറ്റും കാര്യങ്ങളും വരുന്നത്. സോ നോർമൽ കാറ് പോലെ നമ്മൾ ഇവിടെ ഇട്ട് തിരിക്കാൻ നോക്കുമ്പോൾ ഇതല്ല. സോ ഇത് അറിയുന്ന ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പൊക്കോട്ടെ, ഇത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം. സോ ഇതായിരിക്കും ഹെഡ് ലൈറ്റ്. പിന്നെ വലിച്ചു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ്. ഇതാണ് അതിൻ്റെ ജസ്റ്റിനുള്ളിൽ കാര്യങ്ങൾ പറയാനാണെങ്കിൽ. എൻ്റെ സൗണ്ടിന് ചെറിയ പനിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ബാസായ സൗണ്ട്. അത് ഞാൻ ബാസ് കുട്ടിയെ വേറെ ഒന്നുമല്ല, പോട്ടെ, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. സോ അതിൻ്റെ റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്നുണ്ടാവും റിവേഴ്സും ഫസ്റ്റും ഒരു പോർഷനിലാണ് കാണിക്കണം. ലൈക്ക് ഇതാണ് ഫസ്റ്റ്, അപ്പോൾ ഇത് റിവേഴ്സ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയണവർ സ്കിപ്പ് ചെയ്യണം. അത്രയും വേണം, ആരോട് അറിയുന്നവരെ സ്കിപ്പ് ചെയ്യുക. റിവേഴ്സ് ഒന്നുമില്ല, അത് കണ്ട ഇതിങ്ങനെ താഴ്ത്തി വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഇപ്പോൾ റിവേഴ്സായി. ഇത്രയുള്ള കാര്യമായിട്ടാണ് ഇതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് പറഞ്ഞാൽ എന്താ. പിന്നെ ഓൾറെഡി ഈ ഒരു മോഡൽ ഹൈലൈൻ മോഡൽ 2012 ഇത് സ്റ്റിയറിങ് അഡ്ജസ്റ്റബിൾ ചെയ്യാം. ലൈക്ക് സ്റ്റിയറിങ് അഡ്ജസ്റ്റബിൾ നമ്മൾ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് റോ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ബാക്ക് റോയിലുണ്ട്. പക്ഷേ നോർമലി ഭയങ്കര സ്പേസ് എന്നല്ല, അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ള മോഡലാണ് ബാക്ക് സ്പേസ് വരുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ ഓൾറെഡി വരുമ്പോൾ ഇത് ഹൈലൈൻ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് നമുക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലസ് ഇതാണ് എൻ്റെ ലോക്കും അൺലോക്കും വരുന്നത്. ഇത് ലോക്കാണ്, ഇത് അൺലോക്കാണ്. സോ 4 പവർ വിൻഡോ ആണ്. ഈ പവർ വിൻഡോയ്ക്ക് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ട കേസ്. 2012 മോഡൽ കാറിലുള്ള സ്പെക്സ് ആണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നമ്മൾ ഈ കാർ ഇപ്പോൾ ഓടിക്കുകയാണ്, ഒരു നല്ല കണ്ടീഷൻ പോളോ ഓടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല ഇത് പഴയ കാറാന്ന് വിചാരിക്കില്ല. കാരണം അതിൽ പെർഫോമൻസ് സ്പെക്കാണ്. കാരണം നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ കിട്ടും. കാരണം ഞാനൊരു സുസുക്കിയുടെ കാർ കുറേ നാൾ ഓടിച്ചിരുന്ന ആളാണ്. സോ എനിക്ക് പെട്ടെന്ന് മാറി ഇത് ഓടിക്കുമ്പോൾ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഭീകരമാണ്. നിങ്ങളത് ഓടിച്ച് വെക്കാൻ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡോർ പവർ വിൻഡോ ആണ്. സോ ഇത് 1 ടാപ്പാണ് പവർ വിൻഡോ വരുന്നത്. ഇൻ കേസ് ഞാൻ കാണിച്ചു തരുന്നില്ല. ഇൻ കേസ് നമ്മൾ ഈ പവർ വിൻഡോ ഓൺ ആക്കിയിട്ട് നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴെപ്പം. ഈ ഫീച്ചർ പണ്ട് എല്ലാ മിക്ക കാറിലും ഉണ്ട് ഇപ്പോഴത്തെ. പക്ഷേ ഇത് ആ സമയത്ത് ആ കാറിലുണ്ട്. അങ്ങനത്തെ പ്രീമിയം ഫീച്ചറാണിത്. ആ കാറിൽ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോളോ ഡീസലാണ്. മൈലേജ് അപാര മൈലേജാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളോയ്ക്ക് മൈലേജ് ഇല്ല, പോളോയ്ക്ക് മൈലേജ് എന്ന് പറയും. ശരി തന്നെയാണ്. പെട്രോൾ പോളോയ്ക്ക് മേ ബി മൈലേജ് കുറവായിരിക്കും. ഞാൻ കണ്ടതിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാറിൽ 12 ടു
15-17 കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനും കൂടുതൽ അറിയില്ല, മേ ബി കിട്ടുന്നവരുണ്ടാവും, എനിക്ക് അറിയില്ല. പക്ഷേ ഇതിപ്പോൾ കറൻ്റ് നമ്മൾ ഡീസലിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഇപ്പം കാണിച്ചു തരാം. സോറി, ആക്ച്വലി വണ്ടി ഓൺ ആക്കണം. ആക്ച്വലി ഈ സാധനത്തിൽ ഇപ്പോൾ ഈ പെട്രോൾ ഇത്ര റേഞ്ച് കാണിക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം ഇതിൽ ഒരു 23 to 25 റേഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഡീസൽ ഞാൻ ഓടിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ ഭയങ്കര റഫായിട്ട് ഓടിക്കില്ല. ഞാനൊരു സ്വീറ്റായിട്ട് വണ്ടി ഓടിക്കാറ് എപ്പോഴും. നമ്മളെപ്പോഴും റഷായിട്ട് ഓടിക്കുന്ന ആളല്ല, സ്വീറ്റായിട്ട് ഓടിക്കാറ്. സോ ഒരു 40 to 80 ഞാൻ ഓടിക്കാറ്. സോ എനിക്ക് ആ മൈലേജ് കിട്ടിയിരുന്നു. പിന്നെ നിങ്ങളുടെ ഡ്രൈവിൻ്റെ കണ്ടീഷൻസ് പോലെ ഇരിക്കും മൈലേജിൻ്റെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം. പിന്നെ ഓവറോൾ നിങ്ങൾ പോളോ സെക്കൻഡ്സ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ സെക്കൻഡ്സിന് വളരെ റേറ്റ് കുറവാണ്. സോ ഒരു നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് മാത്രം ഈ വണ്ടി എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് മെയിൻ്റെനൻസ് എല്ലാവരും വേണം പോലെ മെയിൻ്റെനൻസ് ഇച്ചിരി കൂടുതലാണ്. സോ നിങ്ങൾക്ക് നല്ല പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നല്ലൊരു മെക്കാനിക് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറഞ്ഞു 2012 മോഡൽ വണ്ടിയാണ്. ഇത് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി എടുത്തിട്ടാണ് ഈ വണ്ടി തന്നെ കണ്ടീഷൻ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ വണ്ടി ഇപ്പോഴും സ്റ്റിൽ അടിപൊളിയായിട്ട് സ്റ്റിൽ റണ്ണിലേക്ക് കിങ് എന്നൊക്കെ പറയില്ലേ, ഇതേ അടിപൊളിയായിട്ട് വണ്ടി നമ്മ പെർഫോമൻസാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഈ ഒരു നല്ല മെക്കാനിക്കിനെ കൊണ്ടുപോകണം നിങ്ങൾ. അന്ന് പോയിട്ട് വണ്ടിയുടെ ടയർ തൊട്ട് അടി തൊട്ട് മോൾ ഭാഗം വരെ എല്ലാം ചെക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഫോൺ എടുക്കുക. സോ പൈസ കുറവാണെങ്കിൽ തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് നിങ്ങൾ നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പോളോയ്ക്ക് ഭയങ്കര മെയിൻ്റെനൻസ് ആ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ കയറ്റുമ്പോഴായിക്കോട്ടെ അത്രയും കണ്ടീഷൻസും മെയിൻ്റെനൻസും വരുന്നത്. ഷോറൂം അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസ്തമായ വർക്ക്ഷോപ്പുകാർ നല്ല പണി അറിയാവുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ കണക്ട് ചെയ്യുക. അവർ ഇത്രയും പൈസ വാങ്ങില്ല. പിന്നെ അതിൻ്റെ പാർട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓടിക്കണം. പാർട്സിന് ഭയങ്കര റേറ്റ് ആണ്. ഇതിൻ്റെ പാർട്സൊക്കെ സെക്കൻഡ്സിനും കിട്ടും, റേറ്റ് കുറവിനും കിട്ടും. ഓക്കെ, ഇത് എൻ്റെ ഒരു കേസ് ഞാൻ പറയണേ, ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, എൻ്റെ കേസാണ് പറയണേ. സോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോയിലുള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. സോ ഇത് വൈഫാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്ന വഴിക്കും ബൈ.